നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റ് നമ്മുടെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയ വി ഡി സതീശൻ അവതരിപ്പിച്ചു. അതിൽ കേരളത്തിന് സാമ്പത്തികമായി എന്തെങ്കിലും ലാഭമുണ്ടോ, ഓരോ വ്യക്തികൾക്കും എന്തെങ്കിലും ലാഭമുണ്ടോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനം എന്ന് നമുക്കൊന്ന് നോക്കാം. വികസനത്തിന് വേണ്ടിയാണ് ഈ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നതെങ്കിലും കായികപരമായി ഉള്ള കാര്യങ്ങൾക്കും ഈ ബഡ്ജറ്റ് വളരെയധികം പ്രയോജനപ്രദമാണെന്ന് നമുക്കിതിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. നമുക്കതിൻ്റെ മെയിൻ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി നോക്കാം. സംസ്ഥാന ബഡ്ജറ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UDF ബഡ്ജറ്റ് അടുത്ത 5 വർഷത്തേക്കുള്ള സംസ്ഥാനത്തിൻ്റെ ദിശാസൂചിക ആണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മിഷൻ സമുദ്ര 400 കോടി വകയിരുത്തും. കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. മാരിടൈം നയം നടപ്പാക്കും. കപ്പൽ നിർമ്മാണ കേന്ദ്രം തുടങ്ങും. സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ വികസിപ്പിക്കും. സോണുകൾ രൂപീകരിക്കും. വിഴിഞ്ഞം, അഴീക്കൽ, ബേപ്പൂർ തുറമുഖങ്ങൾ വികസിപ്പിച്ചേക്കും. തുറമുഖ റെയിൽ യാഥാർത്ഥ്യമാക്കും. മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ 3 ജില്ലകളെ ഏകോപിപ്പിച്ച് സദേൺ കേരള എക്കണോമിക്സ് കോറിഡോർ നിർമ്മിക്കും. ചെറുകിട സൂക്ഷ്മ സംരക്ഷണങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നടത്തും. പദ്ധതിക്ക് 100 കോടി രൂപ മാറ്റിവെക്കും. തൊഴിൽ മേഖല പദ്ധതിക്കായി 2 കോടി രൂപ വകയിരുത്തും. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. സാറ്റലൈറ്റ് ടെക്നോളജിയിൽ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും. വയോജന വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ മാറ്റിവെക്കും. ഈ അവസരത്തിൽ കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്ക് 100 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യവും മെഡിക്കൽ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന് കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി സ്ഥാപിക്കും. നല്ല കാര്യമാണ്. സർക്കാർ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ കെയർ ഗിയർ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ആരംഭിക്കും. ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കും. ആവശ്യമായ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ഭൂമി പരിവർത്തനം സുതാര്യമാക്കും. അത്യാവശ്യമാണ്. ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും. നിക്ഷേപകരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ UDF സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ബോണ്ട് കൊണ്ടുവരും. മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കും. അവിടെ ഒരു സ്റ്റേഡിയം അത്യാവശ്യം തന്നെയാണ്. 50 കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തിയിരിക്കുന്നു. ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി. സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. അതൊരു കാര്യം നല്ലതാണ്. പ്രവാസികളുടെ ക്ഷേമത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. പ്രവാസി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് രൂപീകരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയായി മാറണം. പ്രവാസികൾ നിക്ഷേപകരാകണം. ഭാവിയിലെ കേരള വികസനത്തിന് പണം അയക്കൽ മാത്രം മതിയാവില്ല. അതൊരു നല്ല കാര്യമാണ്, നല്ല ചിന്തയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 20 കോടി രൂപ അതിനായി നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് 1354 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ മേഖലയ്ക്ക് 127 കോടി രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 258 കോടി രൂപ, മത്സ്യമേഖലയ്ക്ക് 50 കോടി രൂപ,
പിന്നെ റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും. അതൊരു നല്ല കാര്യമാണ്. സംസ്ഥാനത്ത് പുതുതായി 2 മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അത് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് തിരുവനന്തപുരത്തും ഹരിപ്പാടും പുതിയ മെഡിക്കൽ കോളേജ് രൂപീകരിക്കും. തിരുവനന്തപുരത്തിന് 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകും. വിമാനത്താവള വികസനത്തിനായി 200 കോടി 4 വിമാനത്താവളങ്ങളെ ഏകോപിപ്പിച്ച് പദ്ധതി തയ്യാറാക്കും. എന്തായാലും സിയാലിനോട് ചേർന്ന് ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ നിർമ്മിക്കും. നിക്ഷേപങ്ങൾക്ക് ഉള്ള തടസ്സം ഇല്ലാതാക്കണം. അതിനായി ഇൻവെസ്റ്റ്മെന്റ് കേരളം സെൽഫ് സജ്ജമാക്കും. ഇനി തൊഴിലവസരം നോക്കിയാലോ. തൊഴിലവസരം ഉണ്ടാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ വകയിരുത്തിയത് 2 കോടി രൂപയാണ്. സംസ്ഥാനത്തിന്റെ തനതുൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബ്രാൻഡ് കേരളം എന്ന പദ്ധതി രൂപവൽക്കരിക്കും. JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ ഫിലിം സിറ്റി രൂപീകരിക്കും. അതിനായി 100 കോടി രൂപ വകയിരുത്തും. അതിനുശേഷം KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്കായി 600 കോടി രൂപ വകയിരുത്തും എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കർഷകർക്ക് കൈത്താങ്ങായി പദ്ധതികൾ ധാരാളമുണ്ട്. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കും. ക്ഷീരവികസന പദ്ധതിക്കായി 102 കോടി രൂപ വിലയിരുത്തും. യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി നടപ്പാക്കും. 3 വർഷത്തിനുള്ളിൽ പ്രതിദിന പാല് ഉൽപാദനം 1 കോടി ലിറ്ററാക്കി ഉയർത്താനും പദ്ധതിയുണ്ട്. ബജറ്റിൽ ജൻസികൾക്കായി സ്മാർട്ട് അപ്പ് പദ്ധതി, ഇതിനായി 50 കോടി രൂപ വകയിരുത്തും. സ്മാർട്ട് അപ്പ് പദ്ധതിക്കായി മനുഷ്യ മൃഗ സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി ആധുനിക സാങ്കേതിക വിദ്യ സജ്ജമാക്കും എന്നാണ് പറയുന്നത്. ഇതിനായി 192 രൂപ വകയിരുത്തും എന്നും പറയുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനെ തുടർന്ന് മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ പേരിൽ റാഗിംഗ് തടയാനുള്ള പദ്ധതി രൂപവൽക്കരിക്കും. അതിനുശേഷം തീരമേഖലയ്ക്ക് കരുതലുണ്ടാക്കുന്ന പദ്ധതികളും ബജറ്റിൽ ഉണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന പദ്ധതിയുണ്ട്. മണ്ണെണ്ണ സബ്സിഡി കൂട്ടി. മുതലപ്പൊഴി ഹാർബറിലെ അശാസ്ത്രീയ നിർമ്മാണം പരിഹരിക്കും. പട്ടയമില്ലാത്ത തീരദേശവാസികൾക്ക് പട്ടയം നൽകും. ഇതൊക്കെയാണ് വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ ബഡ്ജറ്റിലുള്ളത്. ഇതിൽ എന്തൊക്കെ ജനോപകാരപ്രദമാണെന്ന് നിങ്ങൾ തന്നെ കേട്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഈ പദ്ധതികളെല്ലാം തന്നെ ജനോപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഇതൊക്കെ തന്നെയുള്ളൂ ഈ സർക്കാരിന്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ നേട്ടങ്ങൾ സമ്പാദിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ബഡ്ജറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാമെന്ന്. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായാണ് ബഡ്ജറ്റുകൾ കടന്നുപോയത്. എന്തായാലും DAയുടെ കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വരുത്തിവെച്ച കടം ഈ പ്രാവശ്യം ഈ സർക്കാർ തീർക്കും എന്നാണ് പറയുന്നത്. അവർ കുടിശ്ശിക വരുത്തില്ല എന്നും പറയുന്നു. എന്തായാലും DAയുടെ കാര്യമെങ്കിലും നടക്കട്ടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കായി. പിന്നെ ലീവ് സറണ്ടർ നടക്കില്ല എന്നും പറയുന്നു. അത് നേരത്തെയും ഇല്ലല്ലോ. പല സെക്ഷനുകളിലും ലീവ് സറണ്ടർ ഒന്നും ഇല്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ചുരുങ്ങിയ ബഡ്ജറ്റ് കൊണ്ട് കേരളം ഈ പ്രാവശ്യം സമാധാനപ്പെടേണ്ടതാണ്. അപ്പോൾ നമസ്കാരം.